കണ്ണൂരിൽ റോഡ് തടസ്സപ്പെടുത്തി CPM സമരം നേരത്തെ നമ്മൾ വാർത്ത നൽകിയതാണ്. കേന്ദ്ര അവഗണനയ്ക്കെതിരായ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിനായാണ് ഗതാഗതം തടഞ്ഞത്. പൗരസ്വാതന്ത്ര്യത്തെയോ വഴി നടക്കാനുള്ള അവകാശത്തെയോ നിഷേധിക്കുന്ന സമരമല്ല ഇത് എന്നായിരുന്നു CPM ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ പ്രതികരണം. ഒരിക്കൽ കൂടി ജയിലിൽ പോകാൻ തയ്യാറാണ് എന്നും MV ജയരാജൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേൾക്കാം. പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തുന്ന സമരത്തിൽ ഏറ്റവും പ്രധാനമാണ് ജീവിക്കാനുള്ള സമരം. അപ്പോൾ ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് ഇവിടെ നടക്കുന്നത്. സമരം നിരോധിച്ചിട്ടില്ല. ജനാധിപത്യ അവകാശങ്ങൾ ഇന്ന് നിലവിലുണ്ട്. സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം എല്ലാ മനുഷ്യന്റെയും അവകാശമാണ്. പണ്ട് ഇതേ സ്ഥലത്ത് ഞാൻ 25 ആളോട് സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോവും ഒരു മുൻ അനുഭവം ഉള്ളതാണ് അദ്ദേഹത്തിന്. മാത്രമല്ല, നേരത്തെ ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയാണ് മുതിർന്ന നേതാക്കളെയൊക്കെ വിളിച്ചു വരുത്തുകയും താക്കീത് നൽകുകയും ഒക്കെ ചെയ്ത് സംഭവം നമുക്കറിയാം. വീണ്ടും പുലിവാല പിടിച്ചോ MV ജയരാജൻ? അനുജ, ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപക CPIM സമരത്തിന്റെ ഭാഗമായാണ് കണ്ണൂരിലും ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചത്. അത് സ്റ്റേഡിയത്തിനും ഒപ്പം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കൂടിയുള്ള ഒരു ഇന്റർലിങ്ക് റോഡാണ്. അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. റോഡിലേക്ക് ഇറക്കിയല്ല പന്തലെങ്കിലും മുകളിൽ നെറ്റ് കെട്ടിയിട്ടുണ്ട്, കസേര റോഡിൽ നിരത്തിയിട്ടുണ്ട്. 10,000 വലിയ ജനപങ്കാളിത്തമുള്ള സമരമാണെന്നത് നിസ്തർക്കമാണ്. അങ്ങനെ വലിയ തോതിൽ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ സമീപകാലത്തുണ്ടായ ചില വിവാദങ്ങൾ, നേരത്തെ റോഡിൽ പാതയോരങ്ങളിൽ റോഡിലെ ഗതാഗതം തടസ്സപ്പെടുത്തിയൊക്കെ സമരം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നേതാക്കൾക്ക് കോടതിയിൽ പോയി വിശദീകരിക്കേണ്ടതായൊക്കെ വന്നു. കോടതി ഉത്തരവ് ആ വിഷയത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നോട്ടീസും നൽകിയിട്ടുണ്ട് CPIM സമരത്തിനെതിരെ ജില്ലാ സെക്രട്ടറിക്ക്. പക്ഷേ ആ വിഷയത്തിൽ MV ജയരാജൻ വിശദീകരിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം, നേരത്തെ അദ്ദേഹത്തിൻ്റെ കോടതിയലക്ഷ്യ കേസ് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പാതയോരങ്ങളിലെയും കൊടിതോരണങ്ങളെയും ഒക്കെ നീക്കിയ കോടതി ഉത്തരവിനെ വിമർശിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം കോടതിയലക്ഷ്യ കേസ് നേരിടുകയും ജയിലിൽ പോവുകയും ചെയ്തിരുന്നു. അത് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരിക്കൽ കൂടിയും തനിക്ക് ജയിലിൽ പോകുന്നതിന് മടിയില്ല. ഒരു തവണ തൻ്റെ ആ പ്രസംഗം വലിയ വാർത്തയാക്കി തന്നെ ജയിലിൽ അയച്ചതാണ്. ഇനിയും ഒരിക്കൽ കൂടി ജയിലിൽ പോകുന്നതിന് തടസ്സമില്ല. അവിടെ ഈ സമരം നടത്തുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ പൗരാവകാശം ലംഘിക്കപ്പെടുന്നില്ല. വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. അതുവഴി ഗതാഗതം സാധ്യമാണ്, ബദൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഏതെങ്കിലും നിലയ്ക്ക് പൗരാവകാശം ലംഘിക്കുന്നില്ല. മറിച്ച് സമരം ചെയ്യുക എന്നതൊരു അവകാശമാണ്. കേന്ദ്രം വലിയ തോതിൽ സംസ്ഥാനത്തെ അവഗണിക്കുന്നു. വയനാട് ദുരന്തത്തിൽ ആളുകൾക്ക് സഹായം നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര ബജറ്റിലൊന്നും കാര്യമായ സഹായങ്ങൾ ലഭ്യമായിട്ടില്ല. അങ്ങനെ വലിയ അവഗണന നേരിടുന്നു. സമരം എന്നതൊരു സമരം ചെയ്യുക, സംഘടിക്കുക എന്നത് മൗലിക അവകാശമാണ്. അതുകൊണ്ട് ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. വലിയ തോതിൽ ജനപങ്കാളിത്തം ഉണ്ടാകുമ്പോൾ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടാകും. പക്ഷേ സമരം ചെയ്യാനുള്ളത് ന്യായമായ അവകാശമാണ്. ഏതെങ്കിലും നിലയ്ക്ക് പൗരാവകാശ ലംഘനമായി വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ്. ജുഡീഷ്യറിയെയും അദ്ദേഹം പരോക്ഷമായി വിമർശിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു വ്യാഖ്യാനം ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. ഇവിടെ ഈ സമരത്തിൻ്റെ കാര്യത്തിൽ വളരെ കുറഞ്ഞ ദൂരത്തിൽ മാത്രമേ ഗതാഗതം തടസ്സപ്പെടുകയുള്ളൂ. വാഹനങ്ങൾക്ക് വഴിതിരിഞ്ഞു പോകാൻ മറ്റു മാർഗ്ഗങ്ങളുണ്ട്, മറ്റു വഴികളുണ്ട്. ഹെഡ് പോസ്റ്റ് ഓഫീസ് മറ്റൊന്നില്ല. അതിന് മുന്നിൽ തന്നെ ഈ സമരം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരം നടത്തുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ സമരത്തെ ഇപ്പോൾ ഒപ്പം കോടതി ഉത്തരവിനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായി പരാമർശിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഈ യോഗത്തിൽ, അതായത് ഈ ഉപരോധ സമരത്തിൽ സംസാരിച്ചു എന്നതും ശ്രദ്ധേയമാണ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെയാണ് CPIMന്റെ പ്രതിഷേധം കണ്ണൂരിൽ നടക്കുന്നത്. പക്ഷേ അത് റോഡ് തടഞ്ഞുള്ള സമരമായി എന്നുള്ളതാണ്. ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു സമരം. MV ജയരാജൻ ഈ സമരത്തെ ന്യായീകരിച്ചുകൊണ്ട് വേണമെങ്കിൽ വീണ്ടും ഒരു തവണ കൂടി ജയിലിൽ പോകുന്നതിന് കുഴപ്പമില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.